നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം. ഷാക്കോ ട്രംപ് സറണ്ടർ ആയിരിക്കുന്നു. ഗുണ്ടു തുപ്പാക്കിയൊക്കെ എറിഞ്ഞുകൊണ്ട് 2 ദിവസത്തിന് അവധി എടുത്തിരിക്കുന്നു. ഇത് കാരണം സ്വർണത്തിന്റെ വില കയറിയിരിക്കുന്നു. 14,700 ഇപ്പോൾ. ഇതുമല്ലാതെ 24 ക്യാരക്ടർ വന്നിട്ട് 15,491 ആണ്. 15,500 അടുത്ത് എത്തിയിരിക്കുന്നു. വെള്ളിയുടെ വില 260 പക്ഷെ മാർക്കറ്റിൽ 243 കിട്ടും. ഇതുമല്ലാതെ കച്ചാ എണ്ണയുടെ വിലയും 10% ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ ഇരുന്നും വില കൂടുതലായി തന്നെ ഇരിക്കുന്നു. ഇന്ത്യ ക്രൂഡ് 100 രൂപയ്ക്ക് മുകളിലിരിക്കും. അപ്പോൾ 841 പോയിന്റ് ഇരുന്നാലും അതിൽ ഒരുപാട് സമയം 900 മുകളിലിരുന്നായിരുന്നു. അങ്ങ് നിഫ്റ്റി 2,735 പോയിന്റ് കൂടി 5.4% മുകളിലിരുന്നായിരുന്നു. ഒരേ ഖുഷി, സന്തോഷം, കൊണ്ടാട്ടമാണ്. രൂപത്തിലുള്ള എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇന്ന് തുറന്നതും കയറിയായിരുന്നു. നമ്മൾ ഓട്ടോ ഇൻഡെക്സ് 6% കയറിയിരിക്കുന്നു. ഇന്നലെ കൂടാൻ തുടങ്ങിയ കാരണം വെറുതെ തന്നെ ഇന്ന് കയറിയിരിക്കുന്നു. ഫാർമ 0.8, FMCG 2.1, മെറ്റൽ 2.2. പട്ടാസ് ലിസ്റ്റിലിരിക്കുന്നതിൽ ടാറ്റ മോട്ടോർ കമേഴ്ഷ്യൽ വെഹിക്കിൾ 12%, ടാറ്റ മോട്ടോർ പാസഞ്ചർ വെഹിക്കിൾ 8%, M&M 7.4%, മുത്തൂട്ട് ഫൈനാൻസ് 6%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 6%, ഹീറോ മോട്ടോർ കാർ 5%, കമയിൽ 5.2%, 9,000 കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നു. DFC ബാങ്ക് 4.7%, ഇറ്റൻ 4.7%, മണപ്പുറം 3.6%, കർണാടക ബാങ്ക് 3.6%, ലെൻഡ് 8% കയറിയിരിക്കുന്നു. HDFC ബാങ്ക് 5% കയറിയിരിക്കുന്നു. ട്രേഡറിൻ്റെ ആൾക്കാരൊക്കെ ഭയങ്കര ഖുഷിയിൽ ജമ്പ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് 2 ആഴ്ചയ്ക്ക് തന്നെ തിരികെയിട്ട് ആൾക്കോ ബൽറ്റ് അടിക്കുവാണെങ്കിൽ അത് തിരികെ ഇറങ്ങും. അത് ബൽറ്റ് അടിക്കുവാണെങ്കിൽ ഇറങ്ങും. ഒന്നും തീരുമാനിച്ച് പറയാൻ പറ്റില്ല. അക്കൗണ്ട് പറഞ്ഞാൽ ട്രംപ് ഓൾവേസ് ചിക്കൻ സ്റ്റൗട്ട് എന്ന അർത്ഥം. അമ്പ് പാകിസ്ഥാനോടൊപ്പം ചേർന്ന് ഇസ്ലാമാബാദക്കാർ എന്നിട്ട് ആഴ്ചയ്ക്ക് സീസ് ഫയർ ആണ്. ഇതിൽ ഹോമോസിന് കറന്നു വിടാൻ പറയുന്നു. അനുവദിച്ച് ട്രാൻസിറ്റ് ബി പാർട്ട് വെച്ച് തന്നെ കൊടുക്കും. ബി ഇല്ലാതെ ഒന്നും കയ്യിൽ കിട്ടൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാനവി കുറയാ, ഇവർക്ക് കുറയാ. ബിൽഡിംഗ് ഫീ എന്ന് പറഞ്ഞ് ഇറാൻ പറയുന്നു. ഇസ്ഫയർ ഇരുന്നാലും കുവൈറ്റ്, ബഹ്റിൻ, UAE ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നു. ഇത് അവസാനം വരയ്ക്ക് എത്തിയില്ല ഇതുവരെയും. ഇസ്രയേലിൻ്റെ മുകളിലും ഗുണ്ട് വീണിരിക്കുന്നു. ഇത് കാരണം നാളെ ഗുണ്ട് വിളുവാണെങ്കിൽ കുറയും. പ്ലസ് വന്നിട്ട് താർഗയിൽ ഇരുന്ന് അറ്റാക്ക് ചെയ്യുന്നു. പവർ പ്ലാന്റ് അടുത്ത് മ്യൂസീഷ്യൻ മ്യൂസിക് വായിച്ചുകൊണ്ടിരുന്നു. ഇനിയും പിടിക്കുവാണെങ്കിൽ അടി എന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞു എന്നാൽ US നിങ്ങളെ ഫേസിനെ വെച്ച് മറ്റു ആൾക്കാരനെ അടിക്കാൻ പറ്റൂല. ചൈനയുടെ വില $100 താഴെ കുറഞ്ഞിരിക്കുന്നു. ഗ്ലോബൽ മാർക്കറ്റ് റാലി, ബോണ്ട്, ക്രിപ്റ്റോ എല്ലാം കയറിയിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാം തുറന്ന ഉടനെ ഗില്ലി പോലെയാണ് കയറിയിരിക്കുന്നു. 5% വരയ്ക്കും കയറിയിരിക്കുന്നു. ഇത്രയും ദൂരം കയറി ഇരിക്കുന്ന കാരണം സ്റ്റോക്കിൽ റിസ്ക് കയറും. RBI ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റിയില്ല. ഇന്ത്യയുടെ ബോണ്ട് ഈൽഡ് 7% ക്രോസ് ആയിരിക്കുന്നു. മാർക്കറ്റ് എന്നിട്ട് റേറ്റ് ഹൈക്കിനെ എക്സ്പെക്ട് ചെയ്യുന്നു. BI 3 പ്രാവശ്യം റേറ്റ് ഹൈക്ക് കയറ്റിയില്ലെങ്കിൽ കുറയൂല. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് വന്നിട്ട് ഇൻട്രാ EV പിക്കപ്പ് എന്ന് വെഹിക്കിളിന് അനൗൺസ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് കമേഴ്ഷ്യൽ വെഹിക്കിളിൽ ഒരു സ്ട്രോങ് പൊസിഷൻ അത് എടുത്തുകൊണ്ട് പോകുന്നു. അത് A70 ഒരു പാസഞ്ചേഴ്സിനെ കുറേ കൂട്ടി വിളിച്ചുകൊണ്ട് പോയതുപോലെ EV വണ്ടിയിൽ പാസഞ്ചറിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഇതിൻ്റെ വില 11.95 lakhs ആണ്. കാരണം ബിസിനസ് വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. ടാറ്റ സ്റ്റീൽ വന്നിട്ട് റെക്കോർഡ് പ്രൊഡക്ഷൻ ആൻഡ് ഡെലിവറി, ഫസ്റ്റ് ഗ്രോത്തും പ്രീമിയം പ്രോഡക്ട്സും അത് കയറിക്കൊണ്ടേ പോകുന്നു. ടാറ്റ ട്രസ്റ്റിൽ ഇന്നും പ്രശ്നങ്ങൾ തീർന്നില്ല. അത് തീർന്നാൽ തന്നെ ലീഡർഷിപ്പ് എങ്ങനെ ഇരിക്കും എന്നറിയാൻ പറ്റും. ടാറ്റ ലീഡർഷിപ്പിൽ ദർശകർ ചോദിക്കത്തില്ല. അസ്മേറ്റിംഗ് ബിസിനസ് കാരണമാണ് പ്രഷർ. ടാറ്റ അഗ്രദാസ് ബാറ്ററി വന്ന് EV ബിൽഡിങ്ങിന് കാശ് വേണം. കാരണം EV ഇക്കോസിസ്റ്റത്തിന് മുകളിൽ ഒരു ലോങ് ടേം ബെറ്റാണ്. ഓട്ടോ ഇൻഡസ്ട്രിയിൽ നമ്പർ 2 റേസിന് കൊണ്ടിരിക്കുന്നു. പുള്ള നോക്കിയ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര, മാസം നോക്കിയ ടാറ്റ ലോങ് ടേമുള്ള പൊസിഷനിലിരുന്നു. എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ട്രാക്ടർ വിലകളൊക്കെ കയറും. എല്ലാ വണ്ടികളും കയറുന്നത് പോലെ ട്രാക്ടറിൻ്റെ വിലയിനെ കയറ്റാൻ പോകുന്നു. അലിയാൻസ് ജുവലേഴ്സ് 64% റവന്യൂ ഗ്രോത്തിന് എടുക്കുന്നു. ടോട്ടലായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ കളക്ട് ആയത് 51.5 ലക്ഷം കോടിയാണ്. ഇതിന് മാർക്കറ്റിൽ 20% ഗ്രോത്ത് ഇരിക്കുന്നു എന്ന് പറയുന്നു. ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഉണ്ടെങ്കിൽ ഈ പമ്പഫിൽ കൊടുത്തുകൊണ്ട് ബോണ്ട ചേഞ്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബാങ്കിങ് ഫൈനാൻസ് കമ്പനിയിലിരുന്ന് MSME ലോൺ സ്ട്രെസ് കൂടുതൽ ആയിരിക്കുന്നു. ബേസിക്കലി MSME വന്നിട്ട് കാശിനെ കെട്ടാൻ പറ്റാതെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നു. ഡെൽ എലോൺ മസ്കിൻ്റെ ഒപ്പം കൈകോർത്ത്
AI ചിപ്പ് പ്രോജക്റ്റിൽ അവർ പാർട്ട്ണറായിരിക്കുന്നു എന്ന് ന്യൂസ് വന്നിരിക്കുന്നു. ഒരു ഇൻഡൽ സ്റ്റോക്കും കയറും. ഓവറോൾ നോക്കിയാൽ വേൾഡ് വൈഡ് എല്ലാ സ്റ്റോക്കും കയറും. ഫ്യൂച്ചേഴ്സിൽ കൂടിയിരിക്കുന്നു. റിസ്ക് പ്രീമിയം ക്യാപിറ്റലൊക്കെ തിരികെ മാർക്കറ്റിൻ്റെ അകത്ത് വരും. ഇത് ടെക്നോളജിക്കൽ സ്റ്റോക്കും മാഗ്നിഫിക്കൻസ് 7 എല്ലാം കയറും. ഫ്യൂച്ചേഴ്സ് 1000 പോയിന്റിൻ്റെ മുകളിൽ അപ്പിലാണ് ഇരിക്കുന്നത്. രാവിലെ 2900 പോയിന്റ്സിൻ്റെ മുകളിൽ അപ്പായിട്ടാണ് ഇരുന്നത്. ഇൻഡെക്സ് 7% അപ്പ്. തായ്വാൻ വെയിറ്റേഡ് വന്നിട്ട് 4.3% അപ്പാണ്. ഒക്കെ നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് 3-3.5% തന്നെ അപ്പ്. മാർക്കറ്റ് സ്ലോ ആയിട്ട് നിദാനമായിട്ടാണ് ചെല്ലുന്നു. ഈ പ്രോബ്ലം സോൾവ് ആയാലും ഇന്ത്യയുടെ പ്രോബ്ലം പെട്ടെന്നൊന്നും സോൾവ് ആവത്തില്ല. ഓപ്പൺ ചെയ്ത് എക്സ്പോർട്ട് നോർമലൈസ് ആകാൻ 1 മാസം എടുക്കും. 2 മാസത്തിൽ നടന്ന ഇമ്പോർട്ട് സ്റ്റോക്ക് വന്ന് നമ്മളെ നഷ്ടപ്പെടുത്തും. പിന്നും ഓയിൽ ഇന്ത്യയുടെ അകത്ത് ഫ്രീ വന്നില്ല. ശേഷം OMC കമ്പനീസൊക്കെ ലോസിലാണ് ചെന്നുകൊണ്ടിരിക്കുന്നു. ആ ലോസിന് മേക്കപ്പ് ചെയ്യണമെങ്കിൽ വില കയറണം. നാട്ടിൽ കുറേ പ്രൊഫഷണൽ സ്ഥലങ്ങളിലൊക്കെ ഡീസലിൻ്റെ വില 2 രൂപ 3 രൂപ കയറ്റി തന്നെ വിൽക്കുന്നു. ഒക്കെ മാർക്കറ്റിലൊരു പ്രഷറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരുപാട് ആൾക്കാർ ജോലി ഇല്ലാതെ തിരികെ ചെന്നിരിക്കുന്നു. അതുകൊണ്ട് ജോലി കിട്ടിയില്ല എന്നാൽ സിലിണ്ടർ ഇല്ലാത്ത കാരണം അവരെ കൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ബിസിനസ്സൊക്കെ ചെയ്തിരുന്നവർക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. PG ഗ്യാസ് ഇപ്പോൾ അവൈലബിൾ ഇല്ലാത്തത് ജനങ്ങളെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തുന്നു. എന്ന് നിന്നാലും നോർമലൈസ് ആകാൻ 2 ആഴ്ച എടുക്കും. ഇടയ്ക്ക് ട്രംപും ഇറാനും സമ്മതിച്ചില്ലെങ്കിൽ വാർ തിരികെ വരാൻ്റെ പോസിബിലിറ്റീസ് ഒരുപാടുണ്ട്. ഇതിന് ഒരു ടെമ്പററി റിലീഫ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു നല്ല റാലി കിട്ടിയിരിക്കുന്നു. ഇത് നോക്കിയിരിക്കാം. എങ്കിലും ഇതിൽ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പട്ടാസ് ലിസ്റ്റിൽ 1-2 കൺസിഡർ ചെയ്തുകൊണ്ട് എമ്മയോട് കാത്തിരിക്കണം. പറഞ്ഞതുപോലെ വാർ തീർന്നു എന്ന് അറിയിച്ച ഉടനെ സ്വർണത്തിൻ്റെ വില 300-400 കയറിയായിരുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂ ആവും. ഇൻകൊട്ട് ഡോളറിൻ്റെ സ്ട്രെങ്ത് പീക്ക് സ്ട്രെങ്ത് ആവും. 2 ആഴ്ചയ്ക്ക് ഗോൾഡിന് വലിയ ത്രെട്ടില്ല. തുടങ്ങുവാണെങ്കിൽ അത് ത്രെഡ് ആകും. പറഞ്ഞപ്പോൾ നിങ്ങൾ ഗോൾഡ് എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ ലാഭം കിട്ടിയിരിക്കും. കുറുകിയ കാലത്തിൽ ഒരു 5-6% ലാഭം കിട്ടിയിരിക്കും. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.